അൻവർ സാദത്തിനെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം അവസാന നിമിഷത്തിലും ഉയർത്തി രമേശ് ചെന്നിത്തല. വിഷയം വീണ്ടും AICC നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. KPCCയിൽ നിർണായക ചർച്ച നടക്കുകയാണ്. ഹാൻസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഹാൻസ്, ഇന്നലെയും ഇക്കാര്യത്തിൽ ഈ ഒരു രമേശ് ചെന്നിത്തല പക്ഷം വലിയ ആവശ്യം ഉന്നയിച്ചിരുന്നു. അൻവർ സാദത്തിനെയും അതുപോലെ IC ബാലകൃഷ്ണനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. ഇപ്പോഴും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ലേ? ഈ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ രമേശ് ചെന്നിത്തല? അതേ സ്വാതി, അങ്ങനെ തന്നെയാണ് രമേശ് ചെന്നിത്തല ഉള്ളത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞത് കൃത്യം 2 മണിക്ക് ഇത് സംബന്ധിച്ചുള്ള മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറുമെന്നുള്ളതാണ്. ഈ അവസാന നിമിഷം, ഈ 2 മണിക്കൂർ മാത്രം നിലനിൽക്കെ അവസാന നിമിഷവും തൻ്റെ പക്ഷത്തുള്ള ആളുകൾക്ക് വേണ്ടി പോരാടുകയാണ് രമേശ് ചെന്നിത്തല ചെയ്യുന്നത്. ഇതിനോടകം തന്നെ തനിക്ക് ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കി VD സതീശൻ വന്നതിന് ശേഷം തനിക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം ലഭിക്കണമെന്നുള്ള നിലപാടിൽ തുടരുകയായിരുന്നു രമേശ് ചെന്നിത്തല. അതിനോടൊപ്പം തന്നെ തൻ്റെ കൂടെയുള്ള 2 പേർക്ക് മന്ത്രിപദം ലഭിക്കണമെന്നുള്ളൊരു ആവശ്യവും കോൺഗ്രസ് നേതൃത്വത്തെ രമേശ് ചെന്നിത്തല അറിയിച്ചിരുന്നു. അതിലൊരാൾ അൻവർ സാദത്തും മറ്റൊരാൾ IC ബാലകൃഷ്ണൻ MLAയുമായിരുന്നു. അതിൽ തന്നെ IC ബാലകൃഷ്ണൻ MLAയുടെ കാര്യത്തിൽ ഏകദേശം എന്താകും തീരുമാനം എന്നുള്ളതിൽ ഇതുവരെ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷവും അൻവർ സാദത്തിന് വേണ്ടി രമേശ് ചെന്നിത്തല പോരാടുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അൻവർ സാദത്തിനെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം വീണ്ടും AICC നേതൃത്വത്തെ അറിയിച്ചത്. രാഹുൽ ഗാന്ധിയെയും അതിനോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും വിവരം നേരിട്ട് അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനോടകം തന്നെ ഈ വിഷയം AICC നേതൃത്വത്തിന് മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അവിടെ നിന്നൊരു അനുകൂല നിലപാട് ഉണ്ടായെങ്കിൽ പോലും പിന്നീട് കേരളത്തിലേക്ക് എത്തിയപ്പോൾ തനിക്ക് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടായിട്ടില്ല. അൻവർ സാദത്തിൻ്റെ കാര്യം ഇതുവരെ കോൺഗ്രസ് പരിഗണിച്ചിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് വീണ്ടും AICC നേതൃത്വത്തെ ഇപ്പോൾ വിവരം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും രമേശ് ചെന്നിത്തല ഭാഗം ഉന്നയിക്കുന്ന കാര്യം 4ാമത്തെ തവണയാണ് അൻവർ സാദത്ത് MLA ആവുന്നത് ആലുവ മണ്ഡലത്തിൽ നിന്ന്. ഇതിനു മുൻപ് 2011 UDF ഭരണകാലത്തിൽ ചീഫ് വിപ്പ് സ്ഥാനവും വഹിച്ചിട്ടുള്ളതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ സീനിയോറിറ്റി കണക്കിലെടുത്തുകൊണ്ട് അൻവർ സാദത്തിന് മന്ത്രിസ്ഥാനം അടക്കം നൽകണമെന്നുള്ളൊരു ആവശ്യം രമേശ് ചെന്നിത്തല എന്തായാലും ഉന്നയിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തീരുമാനം സ്വീകരിക്കേണ്ടത് KPCC നേതൃത്വമാണ്. നിലവിൽ ഇപ്പോൾ KPCC ഓഫീസിൽ ഇത് സംബന്ധിച്ച് ആരൊക്കെ മന്ത്രിസ്ഥാനത്തെത്തണം, എന്തൊക്കെ വകുപ്പുകൾ നൽകണം എന്നതടക്കമുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഈ ചർച്ചയ്ക്ക് ശേഷം വരുന്ന ലിസ്റ്റിലായിരിക്കും ഇനിയിപ്പോൾ അന്തിമ തീരുമാനമുണ്ടാകുക. അതിൽ അൻവർ സാദത്തിൻ്റെ പേരുണ്ടാകുമോ എന്നുള്ള കാര്യം അറിയണം. ഇനിയിപ്പോൾ രമേശ് മാത്രമാണ് അതിൽ ഉൾപ്പെടുന്നതെങ്കിൽ പിന്നീട് എന്താണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അടുത്ത നടപടി എന്നുള്ളതും കാണേണ്ടതാണ്. സ്വാതി. ശരി ഹാൻസ്, എന്തായാലും ഈ അൻവർ സാദത്തിന്റെ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചർച്ച നീളുകയാണ് എന്നുള്ളതാണ്. 2 മണിയോടുകൂടി പട്ടിക തയ്യാറാകും എന്നാണ് പറയുന്നത്.